പ്ലാസ്റ്റിക് ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനമാണ്. ഒരുപാട് ഉപയോഗ സാധ്യതകളും സാമ്പത്തിക ലാഭവുമുള്ള പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപയോഗം അശാസ്ത്രീയ സംസ്കരണവും വലിയൊരു പാരിസ്ഥിതിക വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. ഇതിനൊരു പരിഹാരമായാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ നിശ്ചല മാതൃക അവതരിപ്പിക്കുന്നത്. പ്ലാസ്റ്റിക്കിന്റെ ഒരു ബദൽ മാർഗമായി ബയോപ്ലാസ്റ്റിക്കിന്റെ നിർമ്മാണമാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. ബയോപ്ലാസ്റ്റിക്കിന്റെ നിർമ്മാണവും അതിൻ്റെ ഉപയോഗ സാധ്യതകളും അതിൻ്റെ സംസ്കരണ രീതികളുമാണ് ഈ മാതൃകയിലൂടെ അവതരിപ്പിക്കുന്നത്. പാകമായ കരിമ്പുകൾ ഹാർവെസ്റ്റ് മെഷീനുകൾ ഉപയോഗിച്ച് പഞ്ചസാര ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്നു. പഞ്ചസാര നിർമ്മിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഉപോൽപ്പന്നങ്ങളാണ് ബഗാസ്, മൊളാസസ്. ഈ മൊളാസസ് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി പ്രീ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിലേക്ക് കടത്തിവിടുകയും ശുദ്ധീകരിച്ചതിന് ശേഷം ഫെർമെൻറ്റേഷൻ കടത്തിവിടുകയും പുളിപ്പിക്കുകയും ചെയ്യുന്നു. ശേഷം സെപ്പറേഷൻ യൂണിറ്റിലേക്ക് കടത്തിവിടുകയും ബയോപ്ലാസ്റ്റിക്കുകൾ വേർതിരിക്കുകയും ചെയ്യുന്നു. വേർതിരിച്ച ബയോപ്ലാസ്റ്റിക്കുകൾ പെല്ലറ്റ് പ്രൊഡക്ഷനിലേക്കാണ്. പ്ലാസ്റ്റിക്കുകളാണ് ഈ വീടുകളിലും ഈ ഫ്ലാറ്റുകളിലും ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ച ശേഷം അവർ ഈ ബയോബിന്നിൽ നിക്ഷേപിക്കുന്നു. ഈ ബയോപ്ലാസ്റ്റിക് അയിൽ നിക്ഷേപിച്ച ബയോപ്ലാസ്റ്റിക് അതിൽ കിടന്ന് കമ്പോസ്റ്റ് വളമായി മാറുന്നു. ഈ കമ്പോസ്റ്റ് വളമാണ് ഈ കരിമ്പ് ഫാക്ടറികൾക്കും കരിമ്പും തോട്ടങ്ങൾക്കും മറ്റു കൃഷികൾക്കും ഉപയോഗിക്കാം. എന്നാൽ ബയോപ്ലാസ്റ്റിക്കുകൾ നിർമ്മിക്കുന്നത് കരിമ്പ്, ചോളം തുടങ്ങിയ ചെടികളിൽ നിന്നാണ്. ഇത് പെട്ടെന്ന് മണ്ണിലേക്ക് ചേരുകയും ഭൂമിക്ക് ദോഷകരമല്ല.